ഷാഹിദയ്ക്ക് ഒരു 3 കോമ്പണൻസ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ട്രീറ്റ് ചെയ്തപ്പോൾ. അതിൽ ഒരെണ്ണം ന്യൂറോപ്പത്തിക് കോമ്പണൻ്റ് ആയിരുന്നു, പിന്നെ ഒരെണ്ണം ന്യൂറോ വാസ്കുലർ കോമ്പണൻറ്റ്, പിന്നെ ഒരെണ്ണം ഒരു ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു മോട്ടോർ ഫീച്ചറോ അല്ലെങ്കിൽ ഒരു ഓട്ടോണോമിക് ഫീച്ചറോ പുറപ്പെടുവിക്കാൻ കഴിവുള്ള ട്രിഗർ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ട് ബാൻഡ്സ് പേശികളിലുണ്ടായിരുന്നു. അപ്പം ഇത്രയും നാളായിട്ട് ഇതിന് ഹാൻഡ് ഇൻ ഹാൻഡ് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാകാം ചിലപ്പോൾ ആ ഒരു റിസൾട്ട്സ് കിട്ടാതിരുന്നത്. ഇപ്പം നമുക്ക് ആ ഹാൻഡ് ഇൻ ഹാൻഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഒരുമിച്ച് പോയതുകൊണ്ട് തന്നെ അവരുടെ പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയത്. ഷാഹിദയ്ക്ക് കഴിഞ്ഞ 15-17 വർഷമായിട്ട് വേദനയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. തല, മുഖം, കഴുത്ത്, തോള്, വയറ്, അവിടെ എല്ലാം ഒരുപാട് വേദനകൾ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഷാഹിദയ്ക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് ഒന്ന് പറയാമോ? എനിക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടാണ് ഈ വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഇവിടെ തുരക്കുന്ന ഭയങ്കരമായ പെയിനാണ്. അത് വരുന്ന കൂട്ടത്തിൽ തന്നെ അത് കണ്ണിലോട്ട് വരും, പിന്നെ ഫേസിലോട്ട് വന്നിട്ട് ഈ മൂക്കിൻ്റെ ഈ സൈഡ് അടയുന്ന പോലെ വേദന. അവിടെ നിന്ന് ഈ പല്ലിൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഈ ഷോൾഡറിൽ പെയിനും കൂടെ വന്നിട്ട് എനിക്ക് കൈ പിന്നെ പൊക്കാൻ പറ്റാത്ത വേദനയാണ്. പിന്നെ ഈ കയ്യിൽ നമുക്കൊന്ന് എടുത്താൽ കയ്യിൽ നിന്ന് അത് ആ വേദന കൂടി വരും തോറും ഒരു സാധനം എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, കയ്യിൽ നിന്ന് വഴുതി അങ്ങ് വീഴും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദന വന്നു കഴിഞ്ഞാൽ എനിക്കത് മെഡിസിൻ എടുത്താൽ പോലും എനിക്ക് ആ നേരത്തോട് നേരം കഴിയുന്നവരെയും ബുദ്ധിമുട്ടാണ്. ഈ തുരക്കുന്ന വേദന കൂടെ തന്നെ എനിക്ക് വയറിൻ്റെ ഒരു സൈഡിലും വേദനയുണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെയും എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് തുറക്കാനോ അടയ്ക്കാനോ. ഇത് ദിവസം കഴിയും തോറും ഞാൻ ഓരോയിടത്തായിട്ട് ഞാൻ പുറത്തായിരുന്നപ്പോൾ അവിടെ ഗൾഫിൽ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇപ്പം ഈ മേൽ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഷാഹിദ ആരെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു? ട്രീറ്റ്മെൻറ്റ് എടുത്തതോ അല്ലെങ്കിൽ കാണിച്ചതോ ആയിട്ടുള്ള? ഈ വേദന കൂടി വന്നപ്പോൾ ഞാനത് ENT കാണിച്ചായിരുന്നു. അപ്പം അതും മെഡിസിൻ തന്ന് കഴിച്ചിട്ടും എനിക്ക് വേദന മാറുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ജനറലായിട്ട് കാണിച്ച്, പിന്നെ ദന്തലിൽ കാണിച്ച് അവിടെ. അപ്പോഴും എനിക്ക് ഈ തരുന്ന മെഡിസിനിലൊന്നും ഈ പെയിൻ എനിക്ക് മാറുന്നില്ല. ഈ ബുദ്ധിമുട്ട് കൂടി വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് പ്രാവശ്യം എക്സ്റേകൾ, MRI എടുത്തായിരുന്നു. പിന്നെ ഈ വയറിൻ്റെ വേദനയോട് വരുമ്പോൾ അവർ വയറിൻ്റെ സ്കാൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും എനിക്ക് അസുഖമൊന്നുമില്ല. എനിക്ക് തരുന്നതെല്ലാം വൈറ്റമിൻസിൻ്റെ ടാബ്ലറ്റാണ്. പിന്നെ ന്യൂറോയിൽ കാണിച്ച് ബ്രെയിൻ്റെ MRI എടുത്ത് എനിക്ക് ഒരുപാട് പ്രാവശ്യം MRI സ്കാന് എക്സ്റേ ഒക്കെ ഒരുപാട് പ്രാവശ്യമുണ്ട്. ഈ 17 വർഷം കൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നുണ്ട്. എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ അസുഖം ഒരു മാറ്റമില്ലായിരുന്നു. ഇപ്പം ഷാഹിദയ്ക്ക് ഈ കഴിഞ്ഞ എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏറെക്കുറെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ 1 മാസം കഴിയുന്നു. ഇപ്പം ഷാഹിദയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷം തോന്നുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? എനിക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് പല കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഈ തുരക്കണ വേദന ഇല്ല, ഈ പെയിനും എനിക്കില്ല. ഇവിടെ എപ്പോഴും അടഞ്ഞിട്ട് പഴുക്കണ വേദന വരുന്നത് ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്കില്ല. പിന്നെ എനിക്ക് നല്ലോണം തുറക്കാം. പിന്നെ എനിക്ക് ഷോൾഡറിൽ എനിക്ക് ഈ കൈ കൊണ്ട് ഞാൻ ഇപ്പം എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. സാറ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇതുവരെ നോക്കി എനിക്കത് വരുന്നുണ്ടെന്നറിയാൻ ഞാൻ എല്ലാ ജോലിയും ചെയ്യുകയും എനിക്ക് പിന്നെ സാധാരണ എനിക്ക് ഒത്തിരി ഇത് വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് കുളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണോ ഇത് വരണേന്നറിയാൻ ഞാൻ എല്ലാ ടെസ്റ്റുകളും എനിക്ക് ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഷാഹിദ ട്രീറ്റ്മെൻറ്റിന് എടുക്കാൻ വേണ്ടി ഹസ്ബൻഡിനൊപ്പം പോകുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഷാഹിദ ഇത്രയും നാളും ഇതിന് പുറകിൽ എന്ത് കാരണത്താലാണ് നടന്നത് എന്നൊന്ന് പറയാമോ? റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ ഈ ബുദ്ധിമുട്ടായിട്ട് പോകുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് ഇങ്ങനെ എക്സ്റേ എടുക്കുന്നുണ്ട്, MRI എടുക്കുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും എൻ്റെ കറക്റ്റ് അസുഖം എനിക്ക് അസുഖമൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തരുന്നതും വൈറ്റമിൻ്റെ ടാബ്ലറ്റാണ് തരുന്നത്. അപ്പോഴെനിക്ക് എപ്പോഴും ഇങ്ങനെ അസുഖം എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിച്ച്
അതായത് ഞാൻ ഇനി കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. ആ രീതിയിൽ ഞാൻ കാണിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അസുഖം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ഇനി ആരെ കാണിക്കട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വന്തമായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഞാനിവിടെ ഈ ഹോസ്പിറ്റലായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പോഴാണ് ഞാൻ മാതാന സാറിൻ്റെ കാണിച്ച് എനിക്ക് ന്യൂറോയുടേതാണോ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയണം. അങ്ങനെ ഞാൻ അതിന് വേണ്ടി സ്വയം ഞാൻ ഇരുന്ന് വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗട്ട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചായിരുന്നു ഇത് എന്തരുണ്ട് ഇതിൽ എൻ്റെ അസുഖം എനിക്ക് തന്നെ അറിയാൻ വയ്യ എന്തരാണെന്ന്, അതെനിക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോഴാണ് പറഞ്ഞ് ഒന്ന് സാറിനെ വൈശാസുഖ സാറിനൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം അദ്ദേഹം പറയും അദ്ദേഹത്തിന് നെറു സംബന്ധമായിട്ടുള്ള. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ആ മാർത്താണ്ഡ സാറിൻ്റെ അപ്പോയിൻമെൻറ്റും എടുത്ത് സാറിനെ രാവിലെയും കാണിച്ചിട്ട് ഇതിൽ എന്താണ് എനിക്കുള്ള ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞ ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ദിവസം ഇവിടെ വരുന്നത്. ശരി, ഓക്കെ.